അമേരിക്കൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പാടത്തേക്കൊന്ന് പോയി നോക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളായി പാടത്തേക്കൊക്കെ പോയിട്ട്. അപ്പൊ ഒന്ന് പാടത്തേക്ക് പോയി നോക്കാന്ന് വിചാരിച്ചപ്പോ നമുക്ക് പോവാം. അവിടെ കൃഷിയൊക്കെ പണിതിട്ടുണ്ട്. മുത്തൂസ് ഓടി കളിച്ച പാടത്ത് ഇപ്പൊ വെള്ളമൊക്കെ വെറ്റി ഇപ്പൊ കൃഷിയായി. നെല്ല് പാവിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചു. പിന്നെ വെക്കേഷനും ആണല്ലോ, ചുറ്റിക്കറങ്ങാന്ന് വെച്ചു. അപ്പൊ പോവാം. നോക്കിയപ്പോ നമ്മുടെ കോവക്കായ ഇത്രയും പടർന്നു. ഇവിടെ വാവ്, കോവക്കായ മുത്തൂസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ കോവക്കായ. അപ്പൊ മാമ കോവക്കായ നട്ട് വളർത്താണ്. ഓ, പൂത്തതാണത്. ഏത് പൂത്തേ? പൂത്തിട്ടില്ല. ഇതിന്റെ അല്ലേ? അത് തണ്ടാണ്, തണ്ട്. ഇത്ര വണ്ണത്തിലോ? കോവക്കായ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ. മുത്തൂസിന് ചിക്കനേലും മട്ടനേലും ഒക്കെ ഇഷ്ടം കോവക്കായാണ് കേട്ടോ ഫ്രണ്ട്സ്. യെസ്, കോവക്കായ കഴിഞ്ഞ വരുന്നത് ബീഫും പോർക്കും, അത് കഴിഞ്ഞ വെണ്ടക്കായ, അത് കഴിഞ്ഞ വെണ്ടക്കായ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇവിടെയൊക്കെ വാഴത്തോപ്പമ്മ. ഓ, അച്ചാച്ചെല്ലാം അവിടെയും വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കാനാല് വെള്ളം. അച്ചാച്ചൻ പറമ്പ് നനയ്ക്കാന്ന് തോന്നുന്നുണ്ട് കുത്തെ ഫ്രണ്ട്സ്. പറമ്പ് നനയ്ക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ നല്ല തണവുണ്ടാ? ക്ലിയർ വെള്ളം. ആ, അവിടെ ഹായ്, നല്ല വെള്ളം. മുത്തൂസ് വെള്ളം എടുത്ത് മുഖം കഴുകാണ് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം. നല്ല തണുപ്പുണ്ടാ? കേൾക്കണോ? വേണ്ട, മുഖം കഴുകണ്ട. അപ്പൊ ഞങ്ങള് പോവാട്ടോ. പറമ്പ് നനയ്ക്കാനാണ് കേട്ടോ ഫ്രണ്ട്സ്. ഈ വെള്ളം ഇങ്ങനെ ജാതി മരങ്ങളൊക്കെ നനയ്ക്കാനുള്ള വെള്ളമാണ് പോകുന്നത്. അപ്പൊ ഇതിലേ ഇങ്ങനെ താഴെ വരെ വെള്ളം പോട്ടോ. പാടങ്ങനെ അറ്റത്ത് കാണുന്നുണ്ട് ഫ്രണ്ട്സ്. എന്നെങ്ങാണ്ടിക്ക് പാടങ്ങനെ അറ്റത്ത് കാണുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എവിടേക്കല്ലേ? അതിന്റെ ഇടയിൽ ഒരു പട്ടി പോണോക്കോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് പാടത്തേക്ക് പോവാട്ടോ. പോണ വെള്ളം വെള്ളം മതിക്കോടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങടെ ഓടുന്നേ പാലം. വെള്ളം പോകുന്ന വഴിക്ക് ഒരു കൊന്നേര വീണെടുക്കണം മുത്തൂസ്. അത് പാലം എന്ന് പറഞ്ഞ് നടക്കാണ് കേട്ടോ. അതിന്റെ മേലെ കൂടെ ആയി അടിപൊളി ഒരു ബ്രിഡ്ജ് അല്ലേ? സൂപ്പർ. വീണു, നനഞ്ഞു. ചെരുപ്പ് നനയ്ക്കുന്നത് അത്ര ഇഷ്ടമില്ല കേട്ടോ. നനഞ്ഞ ചെരുപ്പ് ഇടുന്നത് മുത്തൂസിന് ഇഷ്ടമില്ല. ചെരുപ്പ് ഊരിട്ടുന്നാ പോലെ. ചെരുപ്പ് ഊരിട്ടുകൊണ്ട് മുത്തൂസ് വെള്ളത്തിൽ വീണേ. മുത്തൂസ് വെള്ളത്തിൽ വീണു. ഇനി ചെരുപ്പ് ഇട്ടാലും ഇനി ചെരുപ്പ് നനയില്ലേ? പക്ഷേ മുൻപത്തെ അത്ര ചെരുപ്പ് വെള്ളത്തിനെക്കാട്ടി അത്ര നനയില്ലല്ലോ. ഓ, അങ്ങനെ. അപ്പു നമുക്ക് പറമ്പിലേക്ക് പാടത്തേക്ക്. ഒരു സെക്കൻഡ് ഇവിടെ നിന്നാ കാലൊന്ന് പറ്റും. കാല് പറ്റണ്ട. വീഴണ്ടട്ട മുത്തേ. ബാ. വായ. ഇതിന്റെ കുഞ്ഞലകളുടെ അടിയിൽ വെള്ള കളർ സാധനം ഉണ്ടാവും. ഇതിന്റെ അത് ഞങ്ങള് കൈമ വെക്കാറുണ്ട് മുത്തൂസെ. എന്നിട്ട് കൈമ ചടിക്കുമ്പോ അതന്നെ നോക്കിയാ കണ്ട, ഈ ഇലയുടെ അടിയിൽ ഒരു വെള്ള ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളൊക്കെ പണ്ട് ഇത് പൊട്ടിച്ചിട്ട് കൈമ വെച്ച് അടിക്കും. അപ്പൊ അതില് വെള്ള കളർ ഉണ്ടാ? അതിനില്ല. അത് കണ്ടറിയാം വെള്ള കളർ ഉള്ളത്. അപ്പൊ നമ്മൾ കൈമ വെച്ചടിക്കുമ്പോ ഇല അങ്ങനെ തന്നെ കൈമ പതിയും. അതിനുണ്ടാ? അതിനൊന്നും ഉണ്ടാവില്ലേ മുത്തേ? എന്താ? ഇല്ല. ഇല്ല. അത് കുറച്ച് നാളും കൂടി കഴിയണം തോന്നുന്നുണ്ട് വെള്ള കളർ വരാനായിട്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ മേലെ ഒരു ഇങ്ങനെ ഉണ്ടാവും, കൂമ്പ് പോലെ ഇങ്ങനെ വരും. കണ്ട് അമ്മ പണ്ട് സ്ലേറ്റ് മായ്ക്കണ മറ്റേ. ഞങ്ങള് പണ്ട് ഈ ഇല എടുത്തിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്, ഇത് എടുത്തിട്ടാണ് കേട്ടോ സ്ലേറ്റ് മാക്കിയാറ് ഫ്രണ്ട്സ്. ഇതുകൊണ്ട് സ്ലേറ്റ് മാച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. കണ്ട്, കള്ളിച്ചെടി എന്ന് പറയാ മുത്തേ. കള്ളിച്ചെടി. അത് എന്ത് ചെടി? വാ മുത്തേ, കാട്ടിലേക്കൊന്നും പോണ്ട. നടക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുക.
വെള്ളം ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അതികൂടെ തോടെടുത്തിട്ടാണ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. എവിടെ വാട്ടർഫോള്? മുത്തൂസ് ഒരു ബട്ടർഫ്ലൈയുടെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാണ് കേട്ടോ. ഇവിടെ ശബ്ദം മോട്ടർ ഓടുന്ന ശബ്ദം കേട്ടോ ഫ്രണ്ട്സ്. എന്താ? വെള്ളം. വെള്ള ഇവിടം വരെത്തി. ആ വെള്ളം ദേ ഇതിൽ കൂടെ വരുന്നു. ഇതിൽ കൂടെ ഇങ്ങനെ പോവാണ് വെള്ളം. ചെരുപ്പ് നനയും കൊണ്ട് പോരാ. എനിക്ക് ചെരുപ്പ് നനയ്ക്കുന്നത് ഇഷ്ടമല്ല ഫ്രണ്ട്സ്. എനിക്കതാ നനഞ്ഞ ചെരുപ്പ് ഇടുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ ഫ്രണ്ട്സ്. ഓക്കേ വായോ വാ. അമ്മാമ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അമ്മ തിണ്ടും ഉണ്ടാവും. അതെ, പയറിന് കമ്പിടാൻ. ഓക്കെ. മുത്തൂസ് ഓടി ഇറങ്ങണ് പാടത്തേക്കിട്ടോ. വഴിക്ക് വീടോ ഹൈറ്റ്. അമ്മ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് മുത്തേ. ഇതാണ് ഞങ്ങളെ പയറ്. കഴിഞ്ഞ വർഷം ഇവിടുന്ന് കുറേ പയർ പൊട്ടിച്ചു. മുത്തൂസ് പാടത്തേക്ക് ഇറങ്ങിട്ടോ. ആഹാ, പാടത്ത് നെല്ലൊക്കെ വെച്ചിട്ട് അടിപൊളി ഭംഗിയില്ലേ. എന്ത് രസാ. ആഫ്രിക്കൻ പായല്. എന്തിനാ ആഫ്രിക്കൻ പായല് മുത്തൂന്? ആയി വേണ്ട മുത്തേ. നിന്റെ ഇടയിൽ പയർ മുളയ്ക്കുന്നു. അമ്മ കുത്തി പയറാണ് സൈഡില്. അമ്മയുടെ കാലിൻ്റെ അടുത്തോണ്ട്. ഞങ്ങളുടെ മുത്ത് പോണേ. മുത്തവിടെ എന്തോ ചെയ്യാൻ പോകുന്നു ഫ്രണ്ട്സ്. എന്നിട്ട് മുത്തൂസേ എന്നിട്ട് മുത്ത് ചെയ്യുന്നേ? ഒന്നും പഠിക്കടുത്ത് വരാൻ. അതെ, ഞാൻ വിചാരിച്ച എന്തോ ചെയ്യാൻ പോണ പോലെ തോന്നി. ഞാൻ ഇതിലെ അങ്ങോട്ട് വരട്ടെ. ഏതിലെ? ഇതിലെ. അതിലെ വരണ്ട, അതിലെ വരണ്ട. കാട്ടിക്കോടെ അങ്ങോട്ട് വരണ്ട മുത്തേ. ചില്ലക്കൻ 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 ചില്ല ചില്ലക്കൻ ചില്ല. തിരിച്ചങ്ങനെ കേറും. കേറിക്കോ, പിടിച്ച് പിടിച്ച് കേറിക്കോ. മുത്തൂസ് തന്നെയല്ലേ ഇറങ്ങിയത്. ഓ വീണു. തിരിച്ചെത്തിക്കുന്നു നിങ്ങളുടെ മുത്തൂസ്. എന്തോരം കൊക്കുകളാ നോക്കിയ മുത്ത അവിടെ. അമ്മേ കൊറേ കൊക്കുകള് കണ്ടാ. കൊറേ കൊക്കുകള്. Wow, it's so beautiful. 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 ഒരു അച്ചാച്ചൻ പോണണ്ട മരുന്നടിക്കാനായിട്ട്. ആ ചാച്ചൻ പോകുമ്പോ കൊക്കുകള് പറക്കും. പറക്ക എന്നിട്ട് ഇപ്പുറത്ത് വന്നിരിക്കും. ഞാൻ പറത്ത. നീ പറത്തണ്ടടാ. ഇപ്പൊ കൊക്കേതാ മുത്തേതാ? മുത്തിയല്ലിടാണ് കൊക്ക് പറന്നു പോയി മുത്തേ. ശരിയാക്കി തരാം. അങ്ങോട്ട് ഓടണ്ട മൊന്നെ, ഓടണ്ടടാ. ഇത്രേ അകലേക്ക് പോയിട്ട് മുത്തൂസ് ഈശ്വര കൊക്കിനെ പറത്താനായിട്ട്. പറന്നു പറന്നു. എന്ത് രസാ. ഇങ്ങോട്ട് പോയി മുത്തേ. കൊക്കുകൾ അവിടെയാ. അങ്ങോട്ട് പോയി കൊക്കുകൾ കണ്ടോ, അവിടെ ഇരിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം അവിടെ വെള്ളമൊക്കെയാണ്, ചെളിയും വെള്ളമൊക്കെ ഉണ്ട്. ഓ വെള്ളം കലക്ക വേണ്ടടാ കൂട്ടാ. ചെരുപ്പ് നനഞ്ഞില്ലേ? ഇല്ല. ക്രോക്സ് ചെയ്ത് ഇവിടെ വരെ വെള്ളം കയറില്ല. ഇതിന് മുകളിലേക്ക് വന്നാലേ വെള്ളം കയറുള്ളൂ. അതെ, നല്ല ഭംഗിയുണ്ട് അല്ലേ മറ്റേ. ഒരു മനോഹരമായ വ്യൂ. മനോഹരമായ വ്യൂ. ഞാൻ ഒന്ന് ഓടി വരാം.
വാ മതി വാ കുട്ടാ ഞാൻ ഇവിടേക്ക് പോകുന്ന മുത്തേ മുത്തു സോടി വരുന്നുണ്ട് കേട്ടോ സോട്ടി കിടക്കണ്ട അതന്നെ വീണാനെ അങ്ങടല്ലെങ്കിൽ ഇങ്ങട് ഒന്നും പറഞ്ഞ വീഴ്ച ആ വീണു വീണു വെള്ളത്തിൽ വീണു മുത്തൂസേ അമ്മ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ പറയണേ കറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ് വെള്ളത്തിൽ അലിയുന്ന പൂ വെള്ള കളർ പൂ വെള്ളപ്പൂ വെള്ളത്തിൽ അലിയുന്ന പൂ താമര കുസൃതി ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ അലിയുന്ന പൂ വെളുത്തുള്ളി വെള്ളത്തിൽ അലിയുന്ന പൂ വെള്ളപ്പൂ അല്ല കിട്ടോ കിട്ടും കുസൃതി ചോദ്യാണ് അപ്പൊ പിന്നെ അത് വെള്ളത്തിൽ അലിയുന്ന പൂ കിട്ടുവോ ഷാമ്പൂ കിട്ടില്ല എന്തായാലും കിട്ടില്ല ഷാമ്പൂ ട്ടാ മുത്തൂസിന് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇല്ല എന്നാ ശരി ലാസ്റ്റ് വേണം ഒരു കുസൃതി ചോദ്യം കൂടി ചോദിക്കാട്ടാ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാണ് അയ്യോ എനിക്കറിയാം എനിക്കറിയാവുന്നല്ല ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി അമ്മ ഉത്തരം പറയരുത് നേരത്തെ ഷാമ്പൂന്നോട് ഉത്തരം പറഞ്ഞു ബുദ്ധിണ്ടെങ്കിൽ പറയും ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്താ വീണു ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി എനിക്കറിയാം പറയ് അയ്യോ വാക്ക് സിറ്റിക്ക് മുൻപുള്ള വാക്ക് അത് പറയില്ലല്ലോ ഫസ്റ്റ് അക്ഷരം ഇല്ല ക്ലൂ ഇല്ല ഒരു ക്ലൂ ഇല്ല ക്ലൂ തരില്ല കേട്ടോ മുത്തേ ഇല്ലട്ടാ ക്ലൂ പറഞ്ഞാൽ 10 രൂപ തരും അയ്യോ എനിക്ക് വേണ്ട ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി കിട്ടോ എനിക്ക് കിട്ടും ഞാൻ കൗണ്ട് ഡൗൺ ട്ടാ 10 9 8 7 ജ്യൂസ് സിറ്റി അയ്യോ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഉപയോഗിക്കാറുണ്ട് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി 7 അല്ല വെയിറ്റ് എങ്ങനത്തെ സംഭവം പല്ലേക്കുമ്പോഴാണോ അതൊന്നും പറയില്ല കുളിക്കുമ്പോഴാണോ അടുക്കളയിലുള്ളതാണോ ഡെയിലി ലൈഫിലുള്ള 5 കോൾഗേറ്റ് സിറ്റിയാ 5 4 3 കിച്ചൺ സിറ്റി 3 2 ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി ഇട്ടു പറയട്ടെ ഇലക്ട്രിസിറ്റി അല്ല ഇലക്ട്രിസിറ്റി ഒരു ക്വസ്റ്റ്യൻ കൂടി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ക്യൂ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞു മുത്തൂസ് ഇനി ചോദിക്കില്ല ഒരെണ്ണം കൂടി അത് മതി ഇനി ചോദിക്കണ കറക്റ്റ് ആൻസർ പറയുന്ന ശരി ട്ടാ ഇത് ലാസ്റ്റ് വേണം കേട്ടാ ഭാരം കൂടിയ പാനീയം ജലപാനീയം ഭാരം കുസൃതി ചോദ്യമാണ് ഡെയിലി ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവാം ഭാരം കൂടിയ പാനീയം ഭാരം കരിക്ക് അല്ല ഭാരം കൂടിയ പാനീയം എന്റെ ചുമക്കൊക്കെ ഉപയോഗിക്കണ സിറപ്പ് അതിൽ കൊറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ നല്ല ഭാരം അയ്യോ പറയുമോളെ ഭാരത് ഗ്യാസ് അല്ല ഭാരം കൂടിയ പാനീയം ഭാരം കൂടിയ പാനീയം ഏതാന്ന് ചോദിക്കുന്ന അമ്മ അപ്പൊ ഞാൻ കൗണ്ട് ഡൗൺ അല്ല ഭാരം കൂടിയ പാനീയം ഭാരമുള്ള പാനീയം സിമ്പിള് ഇതൊക്കെ അറിയില്ലേ
10, 9, 8, 7, 6, 5, പാനിപൂരി 5, 4, 4, 3, 2, 1. പറയട്ടെ, സംഭാരം. അതിന് ചിത്ര ഭാരം, സംഭാർ, കുസൃതി ചോദ്യാണ്. സംഭാരം. ഫ്രണ്ട്സ്, അപ്പം മുത്തൂസിന് ആകെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടിയൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മ അമ്മ എന്റെ പുഴു. ഫ്രണ്ട്സ്, എന്താ പറയാ, ക്രഞ്ചീസ് വീണു. വെള്ളത്തിൽ വീണു ഫ്രണ്ട്സ്, കണ്ടോ? കളഞ്ഞു. എന്നെ പിടിക്കണ്ടേ നീ, ഞാനും കൂടി വീഴും വെള്ളത്തിലേക്ക്. നല്ല കാര്യം. കിട്ടിയാ? നനഞ്ഞ്. അതെ വീണ്. ഇതെങ്ങനെ അത് വീണ കയ്യിന്ന്? അതിങ്ങനെ കറക്കി. അയ്യോ, അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് തെറിച്ചിങ്. പോവാ നമുക്ക് വീട്ടിക്ക്. പോവാ മൊത്തേ. വാ, നമുക്ക് അങ്ങേറ്റത്തേക്ക് പോയിട്ട് തിരിച്ചുതരാം. അയ്യോ, അങ്ങോട്ടൊന്നും ഇല്ല, ഭയങ്കര വെയിലാണ്. അങ്ങടെ ആറ്റം വരെ പോവാന്ന് മുത്തു പറയുന്ന കേട്ടോ ഫ്രണ്ട്സ്. ആറ്റം വരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആ വശത്തേക്ക് പോയിട്ടുണ്ട് താമരപ്പൂ പൊട്ടിക്കാനായിട്ട്. കാണുന്ന ഷെഡും കഴിഞ്ഞ് പോയി ഫ്രണ്ട്സ്. അങ്ങോട്ട് വളഞ്ഞു, അങ്ങോട്ടൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. പോവാ നമുക്ക് വീട്ടിക്ക്. മുത്തൂസിന് ഇവിടെ നിന്നിട്ട് മതിയാവണില്ല കേട്ടോ ഫ്രണ്ട്സ്. നല്ലൊരു നാച്ചുറൽ വൈബ്. നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ പല അവസ്ഥകളാണ് കേട്ടോ ഇവിടുത്തെ. ഇപ്പൊ ഇത് ഈ അവസ്ഥ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ വെള്ളം നിറഞ്ഞിട്ടുള്ള അവസ്ഥ. അത് കഴിഞ്ഞിട്ട് എന്താണ്, വെള്ളം പിന്നെ മുത്തൂസിൻ്റെ ഒക്കെ കളിക്കാനുള്ള അവസ്ഥ. ഇവിടെ വെള്ളമൊക്കെ പോയി ഉണങ്ങി മുത്തൂസിനൊക്കെ നന്നായി ഓടിക്കളിക്കാനുള്ള അവസ്ഥ. അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഈ പാടം കൊണ്ട്. വാ മുത്തേ, മുത്തേ. കണ്ട, മുത്ത അറ്റത്തെത്തിയിട്ടു ഫ്രണ്ട്സ്. കണ്ടോ, ഇത്രയും അകലെയാണ് മുത്തു നിൽക്കുന്നത്. അങ്ങോട്ട് നടന്നു പോയി. വാ, വന്നാ പോവാം. ഇനി പോവാം. അപ്പൊ ഇനി ഞങ്ങൾ അങ്ങനെ കയറി വീടിന്റെ അടുത്തേക്ക് പോണം കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ പോവാണേ വീട്ടിലേക്ക് തിരിച്ച്. പോവാണേ ഞങ്ങള് പോവാണേ. ഇനി നല്ല ഹൈറ്റ് ആണ് കേട്ടോ. എന്നെ എടുക്ക്. കേറി മുത്തൂസിനെ എടുക്കാൻ കേറി പോണം. അയ്യോ, കതച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം കേട്ടോ ഫ്രണ്ട്സ്, ഓരോ സ്റ്റെപ്പും. ഞാൻ കതച്ചോത്തേ നടക്കാതെ കേറ്റം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഏറ്റവും പൊക്കത്താണ് കേട്ടോ വീട്. മേലെയാണ് വീട്. എന്നിട്ടാ അതിനുണ്ടോ വെള്ള കളറ്? ഇല്ല, ആവണ്ണുള്ളു മുത്തേ. പോവാം. ഇങ്ങോട്ട് വരാൻ. കുളമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഞങ്ങളുടെ പറമ്പിലേക്ക് മോട്ടർ വിടാൻ വെള്ളമൊക്കെയുള്ള കുളമാണ്. നടക്ക്. ഇനി സ്ലോപ്പായി കയറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്, അങ്ങനെ 5 സ്റ്റെപ്പുകളാണ്. പറമ്പ് ജാതിത്തോട്ടത്തിൽ മണ്ണൊലിച്ചു പോവാതിരിക്കാനാണ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറമ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. എങ്ങോട്ടാ നീ മുത്തേതില്ലേ? വെള്ളത്തിക്കൂടെ. പറമ്പ് നനയ്ക്കാൻ വെള്ളം വിട്ടേൻ്റെ. തിരിച്ചു പോരുമ്പോൾ ചെരുപ്പ് നനഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ മുത്തൂസേ. അതിലേ വെള്ളത്തിൽ കൂടെ പോവാണ്. ശരാ, എനിക്ക് കതച്ചിട്ട് പാടില്ല ഫ്രണ്ട്സ്. പകുതി കയറിയപ്പോഴേക്കും വാ. കയറി നിന്നാ. വാ. ഇതുപോലെ വെള്ളമൊക്കെ വിട്ട് പറമ്പ് നനയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ്? We are reaching to our destination. ആര് കുഞ്ഞു പൈപ്പിൽ നിന്ന് ഇത്ര അധികം വെള്ളം?
പോവാ നമുക്ക്. ഞാൻ പോട്ടെ. വാവ്. ആദ്യം ഒരു വീഡിയോയില് ഈ വെള്ളത്തിൽ കുളിക്കണ്ടായിട്ടിട്ടുണ്ടായിരുന്നു നമ്മള്. ചെരുപ്പുമ്പൊക്കെ ചേറായി പോയിക്കോട്ടെ. പോവാ നമുക്ക്. യെസ്, shall we go? ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.